പണ്ടൊക്കെ ബ്രസീൽ അർജന്റീന പോരാട്ടം വരുമ്പോൾ നാട്ടിലുള്ള എല്ലാവർക്കും ഒരു ത്രില്ലാണ്. കാരണം ഇരുഭാഗത്തു നിന്നും ഒരു യുദ്ധസമാനമായിട്ടുള്ള പോരാട്ടമായിരിക്കും എല്ലാവർക്കും കാണാനായിട്ട് സാധിക്കുക. ബ്രസീൽ ഫാൻസ് ആ വയ്ക്കും, അർജന്റീന ഫാൻസ് ഈ വയ്ക്കും. ഇതിപ്പോൾ ഒരു 6 വർഷമായിട്ട് ബ്രസീൽ ആ ഒരു യുദ്ധസമാനമായ പോരാട്ടത്തിൽ നിന്നും പാടെ മാഞ്ഞു കഴിഞ്ഞിരുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. കാരണം കൊണയടി മാത്രമാണ് ഇപ്പോൾ ബ്രസീലിനുള്ളത്. ഈ ഒരു കഴിഞ്ഞ മത്സരത്തിൽ എടുത്ത് നോക്കുക, നല്ല രീതിയിൽ കൊണയടിച്ചിട്ടുണ്ട്. അത് ക്ലബ്ബ് ഫുട്ബോളാണെന്ന് നോക്കാതെ, ക്ലബ്ബിലുള്ള കളിക്കാരാണ് ഒപ്പം കളിക്കുന്നതെന്ന് നോക്കാതെയാണ് ഇവർ റാഫിനിയെ പോലെയുള്ള കളിക്കാർ, ഇങ്ങനെയുള്ള പല താരങ്ങളും അങ്ങനെയാണ് കൊണയടിച്ചിട്ടുള്ളത്. പക്ഷേ അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കണ്ടോ, മധ്യനിരയിലാവട്ടെ, ഡിഫൻസിലാവട്ടെ, ഗോൾ കീപ്പർ ആവട്ടെ, ആരും തന്നെ ഒരു കൊണയടിക്കാതെ ഗോൾ അടിച്ചുകൊണ്ട് കാണിച്ചു കൊടുത്തു. ബ്യൂണസ് എയറസിൽ സത്യം പറഞ്ഞാൽ ബ്രസീലിനെ അടിച്ചോടിച്ചെന്ന് പറയേണ്ടി വരും. 4-1 എന്ന് പറയുന്ന നാണം കെട്ട തോൽവി. ചില ആൾക്കാരൊന്നും മത്സരം കാണാതെ ഹൈലൈറ്റ്സ് എടുത്ത് നോക്കുമ്പോൾ മുഖം പൊത്തി നിൽക്കുന്ന ഓരോ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം അത്രക്കും ബാഡായിട്ടുള്ള ഒരു ബ്രസീലിയൻ ടീമിനെ കാണാൻ സാധിച്ചു എന്നുള്ളത്. ലോകോത്തര താരങ്ങൾ ഉണ്ടായിട്ടും ഡൊറിവാൾ ജൂനിയറിനൊക്കെ സമ്മതിച്ച് കൊടുക്കണം. എന്താണ് ഈ ചങ്ങായി കാണിച്ചു കൂട്ടുണ്ടെന്നാവും. ഇല്ലാതെ എന്തെങ്കിലുമൊക്കെ അർജന്റീനക്ക് കാട്ടിക്കൂട്ടാൻ സാധിക്കുമോ എന്ന് പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവർക്കുള്ളൊരു മറുപടിയാണ് സാക്ഷാൽ ബ്രസീലിനെതിരെയുള്ള ഈ 4-1 വിജയം. അടിച്ച് ഓടിച്ചിട്ടുണ്ട് എന്തായാലും ബ്യൂണസ് എയറസിന്. ഇനി മറ്റൊരു കളിയിൽ കാണാം. അതിനായിട്ടുള്ള കൊണയടികൾ തുടർന്നുകൊണ്ടേയിരിക്കുക.